പിന്നെ എന്താണ് പുതിയ കാലത്തിനനുസരിച്ച് കൊണ്ടുപോകേണ്ട ഒരു അധിക ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ ഏജിലെ പേരൻസിന് സ്വാഭാവികമായിട്ടും ഉണ്ട്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പിന്നെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ പിന്നെ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് 2025 റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിൽ പറയുന്ന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് പ്രൈമറി സ്കൂളിൽ ചേരുന്ന കുട്ടികളിൽ 65% കുട്ടികളും ഈ 65% കുട്ടികളും ചെയ്യേണ്ട ജോലി ഇന്ന് നിലവിലില്ലാത്ത ജോലികളാണ്. ഏകദേശം 2030 അതായത് ഏതാണ്ട് ഒരു 4-5 വർഷത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് ഒരു 30%, ഇപ്പോൾ ഉള്ളൊരു 30% ജോബും ഓട്ടോമേറ്റഡ് ചെയ്യപ്പെടും. ഇതൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. ഇങ്ങനെ ഓരോ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആയാലും ഇതിന്റെ ആയാലും പഠനങ്ങളും റിസർച്ചുകളും എല്ലാം ആളുകൾ കാണുന്നുണ്ട്. ഈ നമ്മളെ വിദ്യാഭ്യാസ മേഖലയിലെ ആളുകൾ ഇത് അവലോകനം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു മാറ്റം എന്തല്ല വരുന്നില്ല. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അത് ഇനി ഒരു പക്ഷെ കാരണം നമ്മുടെ മക്കളാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റം ചേഞ്ച് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ ഒരു അനിശ്ചിതത്വത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ പാരന്റ്സ് എന്ത് ചെയ്യേണ്ടി വരും, എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ റിപ്പോർട്ടൊക്കെ വരുമ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ എന്തൊക്കെ സ്കില്ലിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ എന്ത് ചെയ്യേണ്ടി നമ്മൾ പിന്നെ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ശരിക്കും എന്ത് ചെയ്യേണ്ടി വരും, പേരൻസ് തന്നെ അതിനെ കുറിച്ചിട്ട് ഒരു അവെയർ ആവേണ്ടായിരിക്കും അല്ലേ. കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നമ്മൾ പിന്നെ വൂക്ക വേൾഡ്, ബാനി ഏജ് അല്ലേ, അത്തരം കുറച്ച് കാര്യങ്ങളാണ് സംസാരിച്ചത്. എന്താണ് ഈ കാലം എന്നും വരാൻ പോകുന്ന കാലം അതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നും നമ്മുടെ സ്കൂൾ സിസ്റ്റം, അതായത് മൊത്തത്തിലൊരു പിന്നെ സൊസൈറ്റി ലാഗ് ഉണ്ട്. കുറച്ചു പിന്നെ സിസ്റ്റങ്ങളൊക്കെയും പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെയും ഒരു കുറച്ച് ലാഗിലാണ് പ്രവർത്തിക്കുക. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു സൊസൈറ്റി ലാഗ് ഉണ്ട് എന്നും അപ്പോൾ നമ്മൾ എന്താണ് അതിൽ എടുക്കേണ്ട നിലപാട് എന്നുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചേ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ. അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ പോഡ്കാസ്റ്റ് പോയി കേട്ടാൽ മതിയാവും. അപ്പോൾ പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു സൊസൈറ്റി ലാഗ് ഉണ്ട്. പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കൂൾ സിസ്റ്റം, ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ എന്താണ് വളരെ സ്ലോവിലാണ് അല്ലേ, വളരെ സ്ലോവിലാണ് അത് മൂവ് ചെയ്യുക. പക്ഷേ എന്ന് വെച്ച് നമ്മുടെ മക്കൾ എന്ത് ചെയ്യാൻ പറ്റൂല, പിന്നെ ആ ഒരു സ്ലോവിൻ്റെ കൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ, കാരണം ഇത് ചേഞ്ച് ആവാൻ കുറച്ച് ടൈം എടുക്കും, കുറച്ച് സ്ലോ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ പേരൻസിന് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കുട്ടികളെ പിന്നെ എന്താണ് പുതിയ കാലത്തിനനുസരിച്ച് കൊണ്ടുപോകേണ്ട ഒരു അധിക ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ ഏജിലെ പേരൻസിന് സ്വാഭാവികമായിട്ടും ഉണ്ട്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പിന്നെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ പിന്നെ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് 2025 റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിൽ പറയുന്ന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് പ്രൈമറി സ്കൂളിൽ ചേരുന്ന കുട്ടികളിൽ 65% കുട്ടികളും ഈ 65% കുട്ടികളും ചെയ്യേണ്ട ജോലി ഇന്ന് നിലവിലില്ലാത്ത ജോലികളാണ്. വെച്ചാൽ ഇന്ന് സ്കൂളിൽ ചേരുന്ന 65% കുട്ടികളും ചെയ്യേണ്ട ജോലി ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജോലിയൊന്നും അല്ല, ആയിരിക്കില്ല അത് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ പിന്നെ ഈ റിപ്പോർട്ട് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് പിന്നെ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനെ ഈ മൊത്തം ലോകം മൊത്തം എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചെക്ക് ചെയ്ത്. അതിന്റെ കൂടെ തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് മക്കിൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി, അവർ നടത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട്. അവർ പറയുന്നത് ഏകദേശം 2030 അതായത് ഏതാണ്ട് ഒരു 4-5 വർഷത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് ഒരു 30%, ഇപ്പോൾ ഉള്ളൊരു 30% ജോബും ഓട്ടോമേറ്റഡ് ചെയ്യപ്പെടും. ഓട്ടോമേറ്റ് ചെയ്യപ്പെടും. അതേപോലെ തന്നെ ഏതാണ്ട് ഒരു 60% ജോബിന്റെ സ്ട്രക്ചർ തന്നെ സിഗ്നിഫിക്കൻ്റ്ലി ആൾട്ടർ ആവും. അതായത് AI വരുന്നുണ്ട്, ടെക്നോളജിയുടെ ഇന്നോവേഷൻ മൂലം ഏതാണ്ട് ഒരു 60% ജോബ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ തന്നെ എന്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഞാൻ വേറൊരു സംഗതി പിന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഉണ്ടല്ലോ, പിന്നെ ഗോൾഡ്മാൻ സാക്സ്, അവരുടെ ഒരു റിപ്പോർട്ട് ഉണ്ട്, അവരുടെ ഒരു പ്രഡിക്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ 2045 പിന്നെ ഏതാണ്ട് 2045 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇനി ഒരു 10 വർഷം അല്ലെ, 10-9 വർഷമല്ലേ ഉള്ളൂ. അന്ന് 300 മില്യൺ ജോലികൾ എന്താണ് പിന്നെ AI ഡ്രിവൺ റോബോട്ട്സ് ആയിരിക്കും. പിന്നെ ഒരു 10 വർഷം അപ്പുറം പിന്നെ ഉണ്ടാവുന്ന ജോലിയാണ് ഇത് പറയുന്നത്.
പിന്നെ അതുപോലെ വേറൊരു പഠനം വന്നില്ല, OECD എന്ന് പറഞ്ഞ ഓർഗനൈസേഷന്റെ അതെ, അവർ പറയുന്നത് ഏതാണ്ട് ഒരു 10 വർഷത്തിനുള്ളിൽ ഒരു നെക്സ്റ്റ് ഡീക്കേഡോട് കൂടി 1.1 ബില്യൺ ജോബ്സ് റാഡിക്കലി അതായത് അതിന്റെ അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോഴുള്ള ഒരു രീതി ആയിരിക്കുകയല്ല മേ ബി നമ്മുടെ ജോബ് മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഒരു ജോബിന്റെ മൊത്തത്തിലൊരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ചേഞ്ചസ് വരാൻ പോവുകയാണ്. അപ്പൊ ഈ ചേഞ്ചസ് ഒക്കെ വരുന്നത് വെറും ഒരു ഏതാണ്ട് ഒരു 10-15 മാക്സിമം ഒരു 20 ആ ഒരു കൊല്ലത്തിനുള്ളിലാണ് ഇത്രയും ചേഞ്ചസ്. പക്ഷേ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരുപാട് പഠനങ്ങൾ വരുന്നുണ്ട് അല്ലെ, ഒരുപാട് പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. ഇങ്ങനെ ഓരോ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആയാലും ഇന്ത്യൻ്റെ ആയാലും പഠനങ്ങളും റിസർച്ചുകളും എല്ലാം ആളുകൾ കാണുന്നുണ്ട്. ഈ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ ആളുകൾ ഇത് അവലോകനം ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒരു മാറ്റം എന്തല്ല വരുന്നില്ല. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അത് ഇനി ഒരു പക്ഷെ കാരണം നമ്മുടെ മക്കളാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റം ചേഞ്ച് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ ഒരു അനിശ്ചിതത്വത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ പാരന്റ്സ് എന്ത് ചെയ്യേണ്ടി വരും, എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ റിപ്പോർട്ടൊക്കെ വരുമ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ എന്തൊക്കെ സ്കില്ലിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പിന്നെ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ശരിക്കും എന്ത് ചെയ്യേണ്ടി വരും, പേരൻസ് തന്നെ അതിനെ കുറിച്ചിട്ട് ഒരു അവെയർ ആവേണ്ടായിരിക്കും അല്ലേ. അപ്പം ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ടെക്നോളജിക്കൽ ചേഞ്ച് മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ചുകൾ. ഇനി വരുന്ന ഒരു ജനറേഷൻ കുട്ടികൾക്ക് ഒരിക്കലും ഇപ്പൊ നമ്മൾ വന്നിരുന്നത് പോലെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ആയിരിക്കില്ല. ഈവൻ ലൈഫില് എല്ലാ തരത്തിലും എല്ലാ അർത്ഥത്തിലും അവരുടെ ഇതുവരെ നമ്മൾ ഫോക്കസ് ചെയ്ത സ്കിൽ ആയിരിക്കില്ല അല്ലെ. ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്തൊരു ലൈഫിന്റെ രീതി ആയിരിക്കില്ല നമുക്ക്. മറ്റേത് നമുക്കറിയാം അല്ലെ, ഒരു ഇന്ന രീതിയിലാണ് ഒരു സ്ക്രിപ്റ്റഡ് എന്ന് പറയാം അല്ലെ, ഒരു സ്ക്രിപ്റ്റഡ് ഫോമിലാണ് നമ്മുടെ ലൈഫ് പോയിരുന്നത്. നമ്മൾ പറയും ജനിക്കുന്നു, പഠിക്കുന്നു, ജോലി കിട്ടുന്നു, കല്യാണം കഴിക്കുന്നു, പിന്നെ മക്കളുണ്ടാവുന്നു, പിന്നെ മക്കളെ അതേ അതെ ഒരു സൈക്കിൾ ഓഫ് ലൈഫ് ആയിരുന്നു. പക്ഷെ ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. അതിപ്പം ഈവൻ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യത്തിലാണെങ്കിലും ശരി. കാരണം ഇപ്പൊ നമുക്ക് പ്രളയമൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്കറിയാം ഇപ്പൊ ചുരൽമല പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് പെട്ടെന്നാണ് ആൾക്കാർക്ക് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഫ്രം ദ സീറോ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ലെവലാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് സെർട്ടൻ സ്കില്ലുകളാണ് നമ്മൾ ഫോക്കസ്, കുറച്ച് ലൈഫ് സ്കില്ലുകൾ, കുറച്ച് സോഫ്റ്റ് സ്കില്ലുകളാണ് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യേണ്ടത്, കൂടുതലായിട്ട് നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കേണ്ടത്. കാരണം എന്താ പറയാ ഈ പറയുന്നത് പോലെ ഏതൊരു അൺസർട്ടനിറ്റിനെയും അല്ലെങ്കിൽ ഏതൊരു തിരിച്ചടിനെയും സർവൈവ് ചെയ്യാനുള്ള കുറച്ച് സ്കില്ലുകളാണ് നമ്മൾ അവർക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. അതെ, അപ്പൊ നമ്മള് ഓരോരോ സ്കില്ല് വെച്ച് എടുക്കുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു കാലത്ത് ഫോക്കസ് എന്ന് പറയുന്ന ഒരു സ്കില്ല്, ഫോക്കസ് ചെയ്യാന്ന് പറയുന്ന ഒരു സ്കില്ലില് കൂടുതൽ കുട്ടികൾക്ക് ഇപ്പൊ ഒരു സ്റ്റഡി വന്നതെന്ന് വെച്ചാല് പിന്നെ സ്റ്റഡി അല്ലെ, ഒരു മിനിറ്റ് ഒരു കുട്ടിക്ക് 60 സെക്കൻഡാണ് പിന്നെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സംഗതി വന്നല്ലോ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഓൾമോസ്റ്റ് അതായത് ഏറ്റവും കുറഞ്ഞതാണ് 2 മണിക്കൂറോളം സമയമാണ് അവര് സ്ക്രീനിന്റെ മുന്നിൽ സ്പെൻഡ് ചെയ്യുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആലോചിച്ച് നോക്കണം. നമ്മൾ കാണാം ഫോൺ ശരിക്കും പിടിക്കാൻ പോലും കപ്പാസിറ്റി ഇല്ലാത്ത കുട്ടികളാണ് ഇരുന്ന് കാണുന്നത്. അത് നമുക്കൊക്കെ അറിയാം, ഈ കോക്കോമെലൺ പോലുള്ള ചാനലുകളൊക്കെ ഉണ്ട്. നമ്മൾ കുട്ടികൾക്ക് ലാംഗ്വേജ് പഠിച്ചോട്ടെ അല്ലെങ്കിൽ റൈംസ് പഠിക്കും. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ ശീലിച്ചിരിക്കുന്നത്. ഏറ്റവും പെട്ടെന്ന് ABCD പഠിക്കാൻ പറയാൻ പറ്റുന്ന കുട്ടികൾ ഭയങ്കര ഇന്റലിജന്റ് ആണെന്നുള്ളൊരു ജീനിയസ് അങ്ങനെയാണല്ലോ. അപ്പം നമ്മളിതൊക്കെ കുട്ടികൾക്ക് വെച്ചു കൊടുക്കും. അപ്പം ഈ ഒരു വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര എന്താ പറയാ സിമ്പിളാണ്, ഭയങ്കര ഇന്നസെന്റ് ആണ്, കുറെ റൈംസ്, കുറച്ച് പക്ഷേ ഇതിന്റെയൊക്കെ ഒരു പ്രശ്നം ഒളിഞ്ഞിരിക്കുന്ന ഇടം എന്ന് വെച്ചാൽ പഠനങ്ങൾ പറയുന്നുണ്ട്, ഈ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടാൽ അറിയാം ഇതിലെ ഇമേജസ് അല്ലെങ്കിൽ ഇതിലെ കളേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ്ലി ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണം. ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആണ്, ഓവർ സ്റ്റിമുലേറ്റിംഗ് എന്ന് പറയാം. അങ്ങനെ ഓവർ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഈ കുട്ടികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൺസ്യൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. അപ്പൊ അതില് ഫോക്കസ് ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെ കുട്ടികൾക്ക് ചില അതിന് പിന്നെ എന്തൊക്കെ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കുട്ടികളുടെ ഒരു ഫോക്കസ് വർദ്ധിപ്പിക്കാൻ. നമ്മള് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ഇനി ട്രെയിൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു സാധനമാണ് ഈ ഫോക്കസ് ചെയ്യാനുള്ള കഴിവെന്ന് പറയുന്നത്. കാരണം നമ്മുടെ ചിന്ത വരയ്ക്കാൻ എന്തൊരു ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഇത് വേണമല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ചെറുപ്പം തൊട്ട് തന്നെ കുട്ടികൾക്ക് ഈ ഡിവൈസ് കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് ഒന്നെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബുക്കുകൾ, കുട്ടികൾക്കൊക്കെ ബുക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലോ. പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത് വല്ലാത്ത സ്കില്ലുള്ളവർക്കായിരിക്കും ഒരു പക്ഷേ ഇനി പറ്റുക എന്നുള്ളത്. കാരണം ഇനി ആർക്കും പറ്റിക്കോണമെന്നില്ല. കാരണം നമുക്ക് തന്നെ ചില സമയത്ത് പണ്ടത്തെ അത്രയും വായിക്കാൻ ഇപ്പൊ പറ്റുന്നില്ല. കാരണം നമ്മളൊരു 1, 2, 3 പേജസ് ഒക്കെ വായിച്ചു കഴിയുമ്പോഴേക്കും നമുക്കൊരു എന്താ പറയാ ശ്വാസം കരയെ പിടിച്ചിട്ട് മീനിന്റെ പോലത്തെ ഒരു ഫീലാണ്. ഓട്ടോമാറ്റിക്കലി നമ്മൾ നേരെ ഫോണിലേക്ക് പോവാന്നുള്ള. അപ്പൊ കുട്ടികൾക്ക് ഈ
ഫോണ് നമ്മൾ കൊടുത്താലല്ലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. അപ്പൊ അത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യുക, വായന അല്ലെങ്കിൽ ബുക്സ് അല്ലെങ്കിൽ ടോയ്സ് ആയിക്കോട്ടെ, അവർക്ക് ഒരു എന്താ പറയുക കളിക്കുന്ന രീതിയിലെ. അതെ അതെ, അതായത് അവര് സ്വയം അവര് ബോറടിച്ചോട്ടെ. ഇത് നമ്മള് പറയല്ലോ, ഫുൾ ടൈം നമ്മൾ കുട്ടികളെ എൻഗേജ് ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്കും അവരുടേതായിട്ടുള്ള അതെ അതെ അങ്ങനെയുള്ള അവരെ ക്രിയേറ്റിവിറ്റി. അപ്പൊ അവർക്കൊരു ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള കുറെ ടൈം കൊടുക്കുക. അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അവർ ബോറടിച്ചോട്ടെ, അവർ പരാതി നമ്മുടെ പറയും. നമുക്കറിയാലോ പിള്ളേർ രാവിലെ തൊട്ട്, കാരണം ഇങ്ങനെ എൻഗേജ് ആവുന്ന കുട്ടികൾക്കാണ് ഈ ബോറടിയുടെ പ്രശ്നം വരുന്നത്. പിന്നെ മറ്റൊരു സംഗതി എന്ന് പറയുന്നത് പിന്നെ ചൈൽഡ്സ് ഓട്ടോണമി എന്ന് പറയും അല്ലെ. അപ്പൊ വെച്ചാൽ കുട്ടികൾക്ക് സ്വയം എന്താണ് പിന്നെ ഇപ്പോൾ സ്വയം ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു തോന്നൽ ഉണ്ടാവുക. പിന്നെ അവർക്ക് തീരുമാനങ്ങൾ, ഇപ്പോൾ നമ്മൾ ഈ പിന്നെ ഇന്ന ഫുഡ് കഴിക്കുക, ഇന്ന ഡ്രസ്സ് ധരിക്കുക എന്നൊക്കെ ഒരു ഒറ്റ ചോയ്സ് കൊടുക്കുന്നതിന് പകരം ഒരു 2 ചോയ്സൊക്കെ കൊടുക്കുക, ഇതിൽ ഏത് വേണം. അപ്പോൾ അവരെന്നെ തീരുമാനം എടുക്കുന്ന രീതിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതല്ല, ലിമിറ്റ് ചെയ്തിട്ട് അല്ലേ. കുറച്ച് സാധനം വെച്ചിട്ട് ഇതിൽ ഏതാണ് വേണ്ടത്, അപ്പോൾ കുട്ടികൾ ഇതിൽ 2 ഒന്ന് സെലക്ട് ചെയ്യാൻ ഉള്ളൊരു പിന്നെ എന്താ പറയാ, അവർക്കത് സെലക്ട് ചെയ്യാം. ഈ 2 സെലക്ട് ചെയ്താൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ ചില ചോയ്സുകൾ കൊടുക്കുക. അപ്പൊ അവർക്ക് തീരുമാനം സ്വയം പിന്നെ, കാരണം ഒട്ടും പ്രഡിക്റ്റ് അല്ലാത്തൊരു കാലത്ത് ഇങ്ങനെ സ്വയം തീരുമാനം എടുക്കാനുള്ള ഒരു സ്കില്ല് കിട്ടാന്ന് പറയുന്നത് ഹെലികോപ്റ്റർ പാരന്റിങ് എന്ന് പറയുന്നത്. ഹെലികോപ്റ്റർ പാരന്റിങ് എന്ന് പറയുന്നത് നമ്മള് കുട്ടികളെ എന്താ പറയാ, എല്ലാ കാര്യവും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അതായത് നമുക്ക് തോന്നും കുട്ടികളല്ലേ, അത് അവർ ചെയ്താൽ ശരിയാവൂല, ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം മിസ്റ്റേക്ക് അവർ മേക്ക് ചെയ്തോട്ടെ, എന്നാലേ അവർ പഠിക്കുള്ളൂ. പക്ഷെ നമ്മൾ ഇതെല്ലാം ചെയ്തു കൊടുക്കും. ഭക്ഷണം നമ്മൾ വാരി കൊടുത്താലേ അവർ വൃത്തിക്ക് കഴിക്കുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നു, ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ അല്ലാതെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവരെ എന്ത് ചെയ്യുക, സെൽഫ് സഫിഷ്യന്റ് ആക്കാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏജ് എത്തുമ്പോൾ ഈ കുട്ടികൾക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റാണ്ടായി പോകുന്നു. പിന്നെ ചിന്തിക്കാനുള്ള ഒരു എബിലിറ്റി അതുവഴി അവർക്ക് കിട്ടുക എന്നുള്ള ഒരു സംഗതി. അതായത് ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാന്നല്ല, ലിമിറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഗ്രീൻ ഡ്രസ് വേണോ റെഡ് ഡ്രസ് വേണോ, അങ്ങനെ നമ്മുടെ തൊള്ള സാധനം വെച്ചിട്ട് നമുക്ക് 2 ഓപ്ഷൻസ് കൊടുക്കാവുന്ന സാധനം. പിന്നെ വേറൊരു സംഗതി ശ്രദ്ധിച്ചാൽ ഇപ്പം പൊതുവെ നമ്മള് പിന്നെ പെർഫെക്ഷൻ ആണ് അല്ലെ. പിന്നെ കുട്ടി ഇപ്പൊ മാർക്ക് 100-ൽ 100 മേടിക്കണം, അപ്പൊ അതില് പെർഫെക്ഷനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സംഗതി. ശരിക്ക് പെർഫെക്ഷനെ അല്ല ഫോക്കസ് ചെയ്യണ്ടേ, അത് പ്രോഗ്രസിനെയാണ്. കുട്ടി ബെറ്റർ ആവുന്നുണ്ടോ, ഡെയിലി ഇങ്ങനെ ബെറ്റർ ആവുന്നുണ്ടോ എന്നുള്ളൊരു സംഗതിയാണ് ശരിക്കും ചെയ്യേണ്ടി വരിക. അപ്പോൾ പിന്നെ പക്ഷെ പെർഫെക്റ്റ് ആവുക, ഇത്ര അധികം മേടിക്കുക എന്ന് പറയുന്നതിൽ എന്ത് ചെയ്യുക, കുട്ടികളെ പിന്നെ അവർക്കൊരു ആ ഒരു ലെവലിൽ അവർക്ക് ഒരു സമ്മർദ്ദം കൊടുക്കുക എന്നുള്ളൊരു സംഗതിക്ക് പകരം അവർ പ്രോഗ്രസ് ആവുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്ന. അതിൽ പറഞ്ഞ സംഗതിയായിരുന്നു പിന്നെ കുട്ടികൾക്ക് ഗ്രോത്ത് ജേണൽ എന്ന് പറയുന്ന സംഗതിയൊക്കെ, അതൊക്കെ ചെയ്യാവുന്ന ഒരു സംഗതിയാണല്ലോ അല്ലെ. പിന്നെ ഡെയിലി ഞാൻ ഇന്ന് എന്ത് പഠിച്ചു, പിന്നെ ഇന്ന് ഞാൻ പുതിയ എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ അറിവുകൾ നേടി എന്നൊക്കെ അവർക്ക് തന്നെ അവരുടെ ലൈഫിൽ ഇങ്ങനെ വളർച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു ഗ്രോത്ത് ജേണലൊക്കെ കുട്ടികൾക്ക് എന്താണ് പിന്നെ ആ ലെവലിൽ അവരെ എഴുതുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് തന്നെ എന്ത് ചെയ്യും, അവരുടെ ലൈഫ് ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു സംഗതി, ഒരു ഫീൽ അവർക്ക് ഉണ്ടാവും എന്നുള്ളത് തോന്നാറുണ്ട്. നമ്മളിതിനകത്ത് ഇപ്പം അറിവ് അല്ലെങ്കിൽ എന്ത് പഠിച്ചു, ഏത് പഠിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതൊരിക്കലും ഒരു അക്കാഡമിക് ലെവലിലേക്ക് മാത്രം നമ്മൾ ചുരുക്കാൻ പാടില്ല. അതായത് കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമല്ല കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. അതിനപ്പുറത്തേക്ക് ഇപ്പം നമുക്കറിയാലോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഫീൽഡും കൂടെ അവർ എക്സ്പ്ലോർ ചെയ്തോട്ടെ. കുട്ടികൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, കൂടുതൽ സ്കില്ലുകൾ, കൂടുതൽ നോളജ്. അവർക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് കുട്ടി പഠിച്ചോട്ടെ. അതിപ്പോ നമ്മൾ ഈ പറയുന്നത് പോലെ ഇപ്പൊ മാർക്ക് കിട്ടിയാലേ നമ്മൾ കുട്ടീനെ അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ കുട്ടി എപ്പോഴും റിസൾട്ടിനെ മാത്രം ഫോക്കസ് ചെയ്യും. പ്രോഗ്രസ് അല്ലെങ്കിൽ പ്രോസസ്സിലാണ് കുട്ടി ബിലീവ് ചെയ്യേണ്ടതെന്നുള്ളൊരു സംഭവമാണ്. ഡെയിലി ചെയ്യുക, കൺസിസ്റ്റൻസി എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യുന്നതിൽ അവർക്ക് വളർച്ച ഉണ്ടോ എന്നുള്ളത്, ചെയ്യുന്നതിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. പിന്നെ മറ്റൊരു സംഗതി പിന്നെ സെൻസ് ഓഫ് പർപ്പസ് എന്ന് പറയുന്ന സംഗതി. ഇപ്പോൾ നമ്മൾക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഇത് എന്തിനാ പഠിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ ഇതിന്റെ പർപ്പസ് എന്താണ് എന്നൊരു സംഗതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഫോർമുല നമ്മൾ പഠിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഈ ഫോർമുല എന്തിനാണ്, അതൊക്കെ എന്തിനാ പഠിച്ചത്, പക്ഷെ അത് കുട്ടികൾക്ക് എന്തിനാ പഠിക്കുന്നത് പറഞ്ഞപ്പോ ഒരു ഫോർമുല പഠിക്കുന്നത് അത് വെച്ചിട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കാം, അതിന്റെ ഫോർമുല ഒക്കെ യൂസ് ചെയ്തിട്ട് ബ്രിഡ്ജ് ബിൽഡിംഗ് ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെയാണ് ഈ ഫോർമുല ഉപയോഗിക്കുന്നത് എന്ന് വന്നാലേ ഉള്ളൂ കുട്ടിക്ക് ഇതിന്റെ പർപ്പസ് എന്താന്ന് മനസ്സിലാവുള്ളൂ. പക്ഷെ പിന്നെ കുട്ടിയുടെ പർപ്പസ് എന്താന്ന് വെച്ചാല് പിന്നെ പരീക്ഷയിൽ മാർക്ക് കിട്ടുക എന്നാണ്. പരീക്ഷ ഇത് പഠിക്കുന്നത് കാണാതെ അങ്ങനെ പഠിച്ച് എഴുതുന്നു, അപ്പൊ പരീക്ഷയിൽ മാർക്ക് കിട്ടുന്നു. അപ്പോൾ പിന്നെ ഓരോ കാര്യം പഠിക്കുമ്പോൾ ഇത് എന്തിനാണ്, ഇപ്പോൾ ഭാഷ പഠിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആണ്.
കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്നുള്ളൊരു സംഗതി. മാത്സ് പഠിക്കുന്നത് എന്തിനാണ്, ഇങ്ങനെ ഓരോ സംഗതിയും അതിന്റെ ഒരു പർപ്പസ് എന്താണ് എന്നുള്ളത് പിന്നെ കൃത്യമായിട്ട് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മളൊക്കെ ആണെങ്കിലും ചെറുപ്പത്തിൽ നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനെ ഈ മാർക്ക് ഓറിയന്റഡ് ആണ് എല്ലാ പഠനങ്ങളും. ഇപ്പൊ ഓരോ സബ്ജക്റ്റിനെയും നമ്മുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കാലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മാർക്ക് എന്ന് പറയുന്ന സംഗതി ഉണ്ട്. ഇപ്പൊ ഗ്രേഡ്, പിന്നെ ഗ്രേഡ് എങ്ങനെ ഉണ്ടാവുന്നത്, പിന്നെ ഗ്രേഡ് നല്ല മെമ്മറി പവർ ഉള്ള ഒരു കുട്ടിക്ക്, അതുപോലെ നന്നായിട്ട് എക്സാം സ്കില്ല് ചില കുട്ടികൾക്ക് ഉണ്ടാവും. അത് എക്സാമിൽ എങ്ങനെ അവതരിപ്പിക്കാൻ ഈ ഒരു സ്കില്ല് ഉള്ള കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്, നല്ല ഗ്രേഡ് അവർക്ക് കിട്ടുന്നത്, നല്ല മാർക്ക് കിട്ടുന്നത്. പക്ഷെ ഇനിയുള്ള ഒരു കാലത്ത് ചിലപ്പോ മെമ്മറി പവർ, ഇതുപോലെ എന്താ പറയാ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെയാണ് കുട്ടികൾ ഇപ്പൊ ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ AI ടൂളുകൾ, മെഷീൻ എന്താ ചെയ്യും, അടിപൊളിയായിട്ട് ചെയ്യും. വെച്ചാല് പിന്നെ നോളജിനെ റീകോൾ ചെയ്യാനും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനും ഒക്കെ ആർക്ക് പറ്റും, സിമ്പിൾ ആയിട്ട്. അപ്പോൾ പിന്നെ മെഷീനിന് പറ്റുന്ന സ്കില്ല് വീണ്ടും കുട്ടീനെ പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യില്ല, പിന്നെ കാരണം അപ്പൊ ആ സ്പേസ് അത് മെഷീന്റെ സ്പേസ് ആണ്. കാരണം കുട്ടികൾ നമ്മളെക്കാൾ നന്നായിട്ട് എന്ത് ചെയ്യും, അത് പിന്നെ മെമ്മറി പവർ ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യാനൊക്കെ അതിന് പറ്റും. അപ്പോൾ മെഷീനിന് പറ്റുന്ന ഒരു സ്കില്ലിൽ എന്ത് ചെയ്യണ്ട, നമ്മൾ ശരിക്കും കുട്ടികളെ ഇപ്പോൾ ശരിക്കും ചെയ്യുന്നതാണ്. മെഷീന് ചെയ്യാൻ പറ്റുന്ന സ്കില്ലിലാണ് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യേണ്ടത്, വീണ്ടും ഫോക്കസ് ചെയ്തിട്ട് അതാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ആ സ്കില്ലുകൊണ്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വരും കാലത്ത്. കാരണം വരും കാലത്ത് വേണ്ട സ്കില്ല് അതല്ല എന്നുള്ളൊരു സംഗതിയാണ്. എനിക്ക് തോന്നുന്നു ഒരു ബ്രെയിൻ്റെ എക്സസൈസ് ആയിട്ട് കണ്ടാൽ മതി. ഒരു മെമ്മറി പവർ കൂട്ടാനൊക്കെ വേണ്ടി നമുക്കത് ഉപയോഗിക്കാം. അതൊക്കെ വേണം. അതിനപ്പുറത്തേക്ക് കുട്ടിയുടെ എന്താ പറയാ ആ ഒരു വോർത്തിന് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു വാല്യൂവിന് ഒരിക്കലും എക്സാമിന്റെ മാർക്ക് അല്ലെങ്കിൽ എന്താ പറയാ ടെസ്റ്റ് മാർക്ക് കുറഞ്ഞെന്ന പേരില് ഒന്നും എന്ത് ചെയ്യേണ്ടില്ല, കുട്ടികളെ ഇതാക്കണം. പക്ഷെ കുട്ടി പഠിക്കുന്നുണ്ടോ, കുട്ടികളെ നമ്മൾ ഒന്ന് വിചാരിച്ച് നമ്മൾ കുട്ടികളെ തോന്നിയ വഴിക്ക് വിടുക എന്നുള്ളതല്ല. നമ്മുടെ ഒരു മെന്റർഷിപ്പില് കുട്ടികൾ നമ്മളെന്താ വെച്ചാല് പിന്നെ കറക്റ്റ് ഈ പിന്നെ എന്താ പറയുക എല്ലോ എന്ന് പറയുന്നത് ലേണിംഗ് ഔട്ട്കം നമ്മൾ അറിയണം. ഇത്ര ഇതാവുമ്പോൾ കുട്ടിക്ക് ഇന്നതൊക്കെ കിട്ടണം, ഇന്ന കഴിവുണ്ടാവണം, ഇന്ന സ്കിൽ ഉണ്ടാവണം എന്ന് നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ച് കുട്ടി മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള സംഗതി ആയിരിക്കും നമ്മൾ നോക്കേണ്ടി വരും. ഇതേപോലത്തെ സ്കില്ലുകളൊക്കെ നമുക്ക് ഭയങ്കര ഇതൊക്കെ ഞാൻ എങ്ങനെ മക്കളെ പഠിപ്പിക്കും എന്നുള്ള അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ ചെറിയ രീതിയിൽ കുഞ്ഞിലെ തൊട്ട് നമുക്ക് തുടങ്ങാവുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങുന്നുണ്ട്, അപ്പം ഇന്ന ദിവസം അപ്പോൾ ചോദിക്കാം മൺഡേ നിനക്ക് ഏത് സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്, അപ്പോൾ കുട്ടിക്ക് ഇപ്പോൾ മാത്സ് ആണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണ്, അത് നമ്മൾ എന്ത് ചെയ്യുക അവരന്ന് പഠിപ്പിക്കുക. കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. ഇപ്പൊ സ്ക്രീൻ ടൈം, കുട്ടിക്ക് സ്ക്രീൻ ടൈം എപ്പോഴാണ് വേണ്ടത് എന്ന് അവനോട് കൂടി ആ കുട്ടീനോട് കൂടി എന്താണ് ചോദിച്ചിട്ട് അവര് അപ്പൊ അവർക്ക് ഇതിലെന്താണ് ഇതിൽ ഈ സമയം തിരഞ്ഞെടുക്കുന്നത് ഞാനാണ് എന്നൊരു തോന്നല് കുട്ടിക്ക് ഉണ്ടാവും. ഏത് സമയത്ത് നമുക്ക് പഠിക്കണം, ഏത് സമയത്ത് കളിക്കണം എന്നൊക്കെ കുട്ടിയുടെ കൂടി എന്താണ് ഒരു രീതിയിൽ അതിന് കൊണ്ടുവരുമ്പോൾ അവർക്ക് ഒരുപാട് സ്കില്ല് വർദ്ധിക്കും എന്നുള്ളതാണ്. അതായത് കുറെ ആൾക്കാർ പറയുന്നുണ്ട് കുട്ടികൾക്ക് ഏറ്റവും എന്താ പറയുക അവരുടെ ടാൻഡ്രംസ് ഒക്കെ കുറഞ്ഞു പോകാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ അവർക്കൊരു സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ലൈഫിൽ. ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് ചെറുപ്പം തൊട്ടേ നമ്മൾ ശീലിക്കണം. നമ്മൾ കിടന്ന് വൈകി ഉറങ്ങുന്ന പോലെയല്ല അവരെ നേരത്തെ ഒരു കറക്റ്റ് സമയത്ത് ഉറങ്ങി കറക്റ്റ് സമയത്ത് എണീറ്റ് ഇന്ന സമയത്ത് ഇന്നത് ചെയ്ത് അത് ഒരു മിഷൻ പോലെ ആക്കുക എന്നുള്ളതല്ല, എങ്കിൽ തന്നെയും ഒരു റഫായിട്ടൊരു സ്ട്രക്ചർ കുട്ടിക്ക് ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ കുറെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചറിലേക്കും അവരെ ഹെൽപ്പ് ചെയ്യും. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളും അത്രയും നമ്മുടെ ലൈഫിനെ അങ്ങനെ കൊണ്ടുപോകുന്നൊരു സമയത്ത് കുട്ടി കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട് ലൈഫിനെ അപ്രോച്ച് ചെയ്യും എന്നാണ് തോന്നുന്നത്. നമ്മൾ കുറെ ലൈഫ് സ്കില്ലുകൾ കുറിച്ചിട്ട് പറയാലോ അല്ലെ. പിന്നെ ലൈഫ് സ്കില്ലുകൾ ഉണ്ടാവണം, സോഫ്റ്റ് സ്കില്ലുകൾ ഉണ്ടാവണം. അപ്പോൾ ഉദാഹരണത്തിന് അഡാപ്റ്റബിലിറ്റി നേരത്തെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ പെട്ടെന്നൊരു പ്രശ്നം വന്നു, അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പൊ പെട്ടെന്ന് പ്രളയം വന്നു, നമ്മുടെ പിന്നെന്താ ഇതുവരെ നമ്മൾ സമ്പാദിച്ചതൊക്കെ പോയി, വീണ്ടും സീറോന്ന് തുടങ്ങാനുള്ള ഒരു പവർ കുട്ടിക്ക് ഉണ്ടാവണം എന്ന് പറയാം അല്ലെ. ആ ഒരു ഷോപ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കുട്ടി. അപ്പൊ അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് എല്ലാ തരത്തിലും എന്താ തയ്യാറാണ്. കാരണം നമ്മൾ ഇത്രയൊക്കെ പ്രിപ്പയർ ചെയ്താലും നമുക്കറിയില്ല കുട്ടീനെ നാളെ ഭാവിയിൽ എന്താണ് കാത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പം അത് എന്താണെങ്കിലും അതിലെങ്ങനെ സർവൈവ് ചെയ്യാനുള്ള ആ ഒരു മെന്റൽ പവർ കുട്ടിക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പിന്നെ അതുപോലെ പ്രോബ്ലം സോൾവിങ് പറയാറുണ്ട് അല്ലെ. ഒരു പെട്ടെന്ന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും എന്നുള്ള സംഗതിയൊക്കെ. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ കുറെ സ്കില്ലുകൾ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ? നമ്മൾ ഗ്രേഡിനും മാർക്ക് ഇതിനൊക്കെ അപ്പുറം പിന്നെ പ്രോബ്ലം സോൾവിങ്, അഡാപ്റ്റബിലിറ്റി, പിന്നെ അതുപോലെ ഒരു സംഗതി ഉണ്ടായിരുന്നു. പിന്നെ സെൽഫ് ഡ്രിവൺ ലേണിംഗ് എന്ന് പറയുന്ന സംഗതി. കുട്ടിക്ക് സ്വയം തോന്നണം പിന്നെ പഠിക്കണം എന്നുള്ളത്. കാരണം പിന്നെ ഇന്ന സംഗതി ഞാൻ ചെയ്യേണ്ടതാണ്, ഇന്ന സംഗതി ചെയ്തു കഴിഞ്ഞാൽ എനിക്കെന്താണ്
ഉപകാരമുണ്ട്. കാരണം നമ്മൾ കുട്ടികളെ ഭക്ഷണം കൊടുക്കുമ്പോൾ ചില ഉണ്ടല്ലോ കുട്ടീനെ അടിച്ചിട്ടൊക്കെ ഭക്ഷണം കുടിക്കുന്നവരുണ്ട്. ഭക്ഷണം എന്ന് പറഞ്ഞ സംഗതി എന്താണ്? കുട്ടിക്ക് വിശക്കുമ്പോ തിന്നാനുള്ള ഒരു സംഗതിയാണ്. അത് കുട്ടിയുടെ ആവശ്യമാണ്. അത് പിന്നെ ഭക്ഷണം എന്നുള്ളത് ഇത് കുട്ടികൾ കൊടുക്കുന്ന കാണുമ്പോഴും വിചാരിക്കും ഇത് പാരന്റ്സിന്റെ ആവശ്യമാണ്. ഇത് പാരന്റ്സിന്റെ ബന്ധുക്കാരുടെ നാട്ടുകാരുടെ അയൽക്കാരുടെ ഒന്നും ആവശ്യമല്ല. ഭക്ഷണം കഴിക്കുക എന്നുള്ളത് കുട്ടിയുടെ ആവശ്യമാണ്. കുട്ടിക്ക് വിശക്കും, ഭക്ഷണം കഴിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുട്ടികളെ പ്രഷർ ചെയ്യേണ്ട കാര്യം. അതേപോലെ തന്നെയാണ് വിദ്യാഭ്യാസം. കാരണം കുട്ടിക്ക് ആവശ്യമുള്ളതാണ് വിദ്യാഭ്യാസം. സ്കൂളിൽ പോകലാണെങ്കിലും അതിന്റെ അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് അത് ആരുടെ ആവശ്യമാണ്? അത് പാരന്റ്സിന്റെ ഒന്നും ആവശ്യമല്ല. കുട്ടിക്ക് ആ ചിന്ത കുട്ടിക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അത് അടിച്ചുണ്ടാക്കേണ്ടതൊന്നുമല്ല, കുട്ടികളെ തല്ലിണ്ടാക്കേണ്ട ഒരു സാധനം. അത് കുട്ടികളുടെ ഉള്ളിൽ എന്താണ്? കുട്ടികൾക്ക് അത് തോന്നണം, ഇന്ന സംഗതി പിന്നെ പഠിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ അതിനാണ് പറയുക സെൽഫ് ഡ്രിവൺ ലേണിംഗ് എന്ന് പറയുന്നൊരു സംഗതി. അത് കുട്ടിക്ക് ആ സ്കില്ലാണ് എന്തെങ്കിലും ഉണ്ടാവേണ്ടത്. ഇങ്ങനെ സ്വയം ഇപ്പോൾ പിന്നെ യൂട്യൂബ് ഒരുപാട് വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ, പിന്നെ ഇൻസ്റ്റയിൽ ഇതൊക്കെ പല പല വീഡിയോസും കാര്യമുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് കോഡിങ് പഠിക്കണം, അതിനുള്ള ട്യൂട്ടോറിയൽ അവിടെ ഉണ്ട്, ഇതിലുണ്ട്. എനിക്ക് സ്ക്രാച്ച് പഠിക്കണം, എനിക്ക് മറ്റ് AI ടൂളുകൾ പഠിക്കണം എന്ന് കുട്ടിക്ക് തോന്നുകയാണ്. ഇപ്പോൾ ക്യാൻവ ഒക്കെ കുട്ടികൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇതൊക്കെ എനിക്ക് പഠിക്കണം എന്ന് കുട്ടിക്ക് ഇതൊന്നും സ്കൂളിൽ നിന്ന് കിട്ടൂല. ഇത് ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് എന്നും ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് കുട്ടി മനസ്സിലാക്കി കുട്ടിക്ക് സ്വയം തോന്നുക എന്ന് പറയുന്ന സംഗതി. ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഡിജിറ്റൽ ടൂളുകളും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം, പഠിക്കണം എന്നൊരു തോട്ട് കുട്ടിക്ക് ഉണ്ടാവാന്നുള്ളൊരു സംഗതി. പിന്നെ നമ്മൾ പറഞ്ഞ മറ്റേ ഇമോഷണൽ ഇന്റലിജൻസ് അല്ലേ, ഇപ്പോഴത്തെ കാലത്ത് ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുക. അതിപ്പം ദേഷ്യം മാത്രമല്ല, ഇപ്പൊ ഏതൊരു ഫീലും അല്ലെങ്കിൽ എങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സമയത്ത് നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കി അറിയാം നമ്മുടെ ആൾക്കാരുടെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു സംഗതി കണ്ട ഇഷ്ടപ്പെടാത്തൊരു സംഗതി കണ്ട തെറി വിളിക്കുക. അത് അവർക്ക് അത് എന്താ പറയാ, അതിനെ കൺട്രോൾ ചെയ്യാനുള്ളത് അവരുടെ ദേഷ്യത്തെ സംഗതി ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കുട്ടികളുടെ കാര്യം പറയാനില്ലല്ലോ. നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്താണല്ലോ ഇവര് കണ്ടുപിടിക്കുന്നത്. അത് വളരെ എന്താ പറയാ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളോ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമുക്ക് അങ്ങനത്തെ ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അപ്രോച്ചോ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഇമോഷൻസ് എന്താന്നുള്ളത് അതിനിപ്പോ ഒരുപാട് ബുക്കുകളുണ്ട് ഇമോഷൻസിനെ കുട്ടികൾക്ക്. കാരണം കുട്ടികൾക്ക് അറിയില്ല. നമ്മൾ പണ്ട് പറയും എന്തൊരു വാശിയാന്ന് പറയും. ഇപ്പൊ പക്ഷെ നമ്മൾ പഠനങ്ങൾ പറയുന്നുണ്ടല്ലോ, വാശി എന്ന് പറയുന്ന കുട്ടികൾ അവരുടെ എന്തൊക്കെയോ കാര്യങ്ങൾ പ്രകടിപ്പിക്കണം. അപ്പൊ അതിനുള്ള ബുക്കുകൾ കംഫർട്ട് അല്ലാത്ത കാര്യം അവര് ഇങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്. പക്ഷെ അതെങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് അറിയില്ല. അതിപ്പോ ഹാപ്പിനെസ് ആണെങ്കിലും സാഡ് ആണെങ്കിലും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഇമോഷൻസിനെ അവർക്ക് ഇമോഷണൽ ലിറ്ററസി എന്ന് പറഞ്ഞൊരു സാധനം വേണമെങ്കിൽ പറയില്ല. ഇമോഷൻസിനെ പഠിപ്പിച്ചു കൊടുക്കുക, അതിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാന്നുള്ളൊരു സംഭവം. ഇപ്പോഴത്തെ ഫിലിംസ് ഒക്കെ ഉണ്ടല്ലോ, നിറയെ വയലൻസ് ആണ്. ഇതൊക്കെ നമ്മൾ കുട്ടികൾ പോയി കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളുണ്ട്. പിന്നെ ഉള്ള ക്രിയേറ്റിവിറ്റി അല്ലെ, ഒരു സംഗതിയെ കുറച്ച് ഭാവനാത്മകമായി കാണാനുള്ള ഒരു പിന്നെ സ്കിൽ. കാരണം ഫുൾ ടൈം ഡിവൈസോ അല്ലെങ്കിൽ വേറെ എന്തോ ഒരു ലോകത്താണെങ്കിൽ കുട്ടിക്ക് സ്വയം ചിന്തിച്ച് ഒരു സാധനം പുതിയ സാധനം ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. ക്രിയേറ്റിവിറ്റി വളരുക എന്ന് പറഞ്ഞാൽ കുട്ടി ഇവിടെ ബോറടിക്കണം എന്നുള്ളതാണ്. അപ്പോഴാ കുട്ടി ഓരോ കാര്യങ്ങൾ ഇരുന്ന് ആലോചിക്കുള്ളൂ. അത് ഇങ്ങനെ ഈ അടുത്ത് ഞാനൊരു പഠനത്തിൽ എന്തോ ഒരു ഇതിൽ വായിച്ചതാണ്. അതായത് നമ്മളിങ്ങനെ കുട്ടികളെ ഇപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു ഫുൾ ടൈം നമ്മളിങ്ങനെ എൻഗേജ് ആക്കാം. നമ്മൾ വിചാരിക്കും അയ്യോ എന്റെ കൊച്ചൊറ്റയ്ക്ക് ഇരിക്കുന്നല്ലോ. അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഒരു കുട്ടിയൊക്കെ ഉള്ള വീടുകളായിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ ഫുൾ ടൈം പേരൻസ് അവരുടെ കൂടെ ഇങ്ങനെ എൻഗേജ് ആയി കൊടുക്കുകയാണ്. ശരിക്കും അതിന്റെ ആവശ്യമില്ല. നമ്മൾ കുറച്ചു നേരം നിങ്ങളുടെ കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒന്ന് മാറി നോക്കി നോക്കുക. അവർ അവരുടേതായ വേൾഡിൽ പോകുന്നു, അവർ സ്റ്റോറി ബിൽഡ് ചെയ്യുന്നു, അവർ കളിക്കുന്നു, അവർ തന്നെ ക്യാരക്ടേഴ്സ് ആവുന്നു. അങ്ങനെയാണ്. അപ്പൊ അതിനൊക്കെ ഉള്ളൊരു സ്പേസ് ആ കുട്ടികൾക്ക് കൊടുക്കുക. വായിക്കാനുള്ള അല്ലെങ്കിൽ വരയ്ക്കാനുള്ള എഴുതാനുള്ള അവർ ചെയ്തോട്ടെ. അതിപ്പോ പെർഫെക്ഷൻ ആവണമെന്നൊന്നും അല്ലല്ലോ. പക്ഷെ അതൊക്കെ അവര് ചെയ്ത് തന്നെയാണ് അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ബ്രെയിൻ. ക്രിയേറ്റിവിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇനി അങ്ങനത്തെ കുറച്ച് സ്കില്ലുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യണം. പക്ഷെ അതൊന്നും ഇപ്പോഴത്തെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതിലെല്ലാം പിന്നെ ഫോക്കസ് ചെയ്യുന്നതാണ്. പിന്നെ ടീം വർക്ക്, കൊളാബറേഷൻ അല്ലെ വെച്ചാല് പിന്നെ ഞാൻ ഒറ്റക്കല്ല, നമ്മളൊരു സമൂഹമാണ്. അങ്ങനെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സാധനം കൊളാബറേറ്റ് ചെയ്തിട്ട് ചെയ്യാ. അപ്പൊ പിന്നെ ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന കുട്ടികൾ ഈ ടോയ് എന്റേതാണ്, വേറെ ആർക്കുമില്ല. അപ്പൊ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും പരസ്പരം ഷെയർ ചെയ്ത് കളിക്കാനും പിന്നെ ഒരു ടീമായിട്ട് എന്താ ചെയ്യാ. പണ്ട് കാലത്ത് അങ്ങനത്തെ ഒരുപാട് കളികൾ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു രീതി കുറവാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. പിന്നെ നമ്മള് ഇതേപോലെ എൻകറേജ് ചെയ്യാന്നുള്ളൊരു സംഭവമാണ്. കുട്ടിയായിരിക്കുമ്പോ തന്നെ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിനോട് ഇൻവോൾവ് ചെയ്യാനും ബാക്കിയുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി സ്വീകരിക്കേണ്ടി വരുമല്ലോ. മറ്റേ ഒറ്റക്കാണിച്ചെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ നോക്കിയത്. പക്ഷെ പറയുമ്പോൾ ചിലത് നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും, ചിലത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്കില്ല് കൂടി എന്ത് ചെയ്യണം കാലത്ത്
കുട്ടികൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള പിന്നെ കാര്യം. അപ്പോ പിന്നെ ഈ ഒരു ടോക്ക് ഇങ്ങനെ നമ്മൾ ഇത്രയും കാലം വന്ന അല്ലെങ്കിൽ സ്കൂള് ഫോക്കസ് ചെയ്യാത്ത ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോക്കസ് ചെയ്യാത്ത ഒരുപാട് സംഗതികളാണ് ഇന്നത്തെ അല്ലെ ഒരു ബാനി ഏജിൽ പിന്നെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു കരിയർ പ്രിപ്പറേഷൻ അതുകൂടി വേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം പിന്നെ കരിയർ അല്ല, നമ്മൾ ഫസ്റ്റത്തെ റിപ്പോർട്ട് പറഞ്ഞ പ്രകാരം നമ്മൾ ഇന്ന് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ജോബല്ല ഇന്ന് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കരിയർ ഷിഫ്റ്റ് ആവും എന്നും അപ്പോൾ ഒരു ഫ്ലെക്സിബിൾ മറ്റേ ഈ വല്ലനവഹാരി പറഞ്ഞ പോലെ കുട്ടികളെ ഫ്ലെക്സിബിലിറ്റി പഠിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എന്തായാലും പഠിക്കാൻ സന്നദ്ധനാവുന്ന മറ്റേ ഒരൊറ്റ വഴിയിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്ന ഒരു ജീവിതമായിരിക്കില്ല, അല്ലെങ്കിൽ ഒരു കരിയർ ആയിരിക്കില്ല. ഏത് സ്കില്ലാണ് ഞാൻ നേടേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ ഇങ്ങനെ അവരുടെ കരിയർ മാറുന്നതിനെ കുറിച്ചും പുതിയ പുതിയ ജോലികൾ വരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവെയർ ആവേണ്ടി വരും. നമ്മൾ അത് നോക്കിയിട്ട് പിന്നെ ഇന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസുകളുണ്ട്, പിന്നെ അപ്പോൾ ഇന്ന ഡിജിറ്റൽ പ്രൊഡക്റ്റ് എനിക്ക് വിൽക്കാൻ പറ്റും, അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ കൂടിയിട്ട് പിന്നെ കുട്ടികൾക്ക് അതായത് അവരുടെ കരിയറിന് നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ അവരെന്ത് ചെയ്യണം, നമ്മൾ അതിന് അപ്ഡേറ്റ് ആവേണ്ടി വരും. അപ്പോൾ അങ്ങനെ കൂടി നമ്മൾ പുതിയൊരു കാലത്ത് ഒരു ബാനി ഏജിൽ നമ്മൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്ര കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഏജിൽ നമ്മൾ പിന്നെ കുട്ടികളെ ഏതൊക്കെ സ്കില്ലിൽ ഫോക്കസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ് സംസാരിച്ചത്. അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ പിന്നെ ഇത്രയും കാര്യങ്ങളാണ് സംസാരിച്ചത്. ശരി, താങ്ക് യു.